ഓക്കെ 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 ഓക്കെ. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു. അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരം. ഓക്കെ, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എന്താണ്, വീണ്ടും തുടങ്ങാണ്. ഫാദർ ഓഫ് ബയോളജി ആരാണ്? ഫാദർ ഓഫ് ബയോളജി എന്താണ് നിങ്ങൾക്കറിയാം? ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി. ബയോളജി രണ്ട് ശാഖകളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, അറിയാലോ. ബോട്ടണി ആൻഡ് സുവോളജി എന്നുള്ള ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. അപ്പോ ഇതിലെ ഫാദർ ഓഫ് സുവോളജി എന്ന് പറയുന്നത്, ഫാദർ ഓഫ് സുവോളജി ആരാണ്? ഈ പറയുന്ന അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഓക്കെ, ഫാദർ ഓഫ് സുവോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ആൻഡ് ഫാദർ ഓഫ് ബോട്ടണി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാദർ ഓഫ് ബോട്ടണി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിയോഫ്രാസ്റ്റിസ് എന്നാണ് പറയാ. എന്താണ് പറയാ? തിയോഫ്രാസ്റ്റിസ്. ഓക്കെ, ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ്. ആൻഡ് ഫാദർ ഓഫ് സുവോളജി ആരാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ആൻഡ് ഹി ഈസ് ഓൾസോ ദ ഫാദർ ഓഫ് ബയോളജി. ആൻഡ് ഈ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ദ പ്ലാന്റ്സ്. ആദ്യം തന്നെ ക്ലാസിഫൈ ചെയ്ത് ഹു ഇൻട്രൊഡ്യൂസ് ദ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കണം, അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അരിസ്റ്റോട്ടിലാണ്. ഇത് വേറെ എന്തൊക്കെയോ കളറിലൊക്കെയാണ്. അരിസ്റ്റോട്ടിലാണ് ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സിനെ ഹെർബ്, ഷ്രബ്, ട്രീ എന്ന് ആദ്യമായി ക്ലാസിഫൈ ചെയ്തത്. എന്താണ്? പ്ലാന്റ്സിനെ ആദ്യമായി ക്ലാസിഫൈ ചെയ്തത് ഈ പറഞ്ഞ അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പോ എന്താണ്, ഹി ഓൾസോ ക്ലാസിഫൈഡ് എനിമൽസ്. എനിമൽസിനെ എങ്ങനെ ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. എനിമൽസിനെ എന്താ ക്ലാസിഫൈ ചെയ്ത്? എനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത് ആൻഡ് സച്ച് ആസ് ദോസ് ഹാവ് റെഡ് ബ്ലഡ് സെൽ ആൻഡ് ദോസ് ഡിഡ് നോട്ട്. എങ്ങനെയാണ് ചെയ്തത്? ദോസ് ഹാവ് റെഡ് ബ്ലഡ്, അതായത് അരുണരക്തകോശങ്ങൾ ഉള്ളവയും അല്ലാത്തവയും എന്ന് ആണ് ചെയ്തത്. ഓക്കെ, ദോസ്. അപ്പൊ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഹെർബ്, ഷ്രബ്, ട്രീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം എനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ദോസ് ഹാവ് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് ഡിഡ് നോട്ട്. റെഡ് ബ്ലഡ് ഉള്ളവരും ഇല്ലാത്തവരും എന്നാണ് ക്ലാസിഫൈ ചെയ്തത്. ഇനി അടുത്തത് ലിനേസ് ആണ്. ലിനേസ് ആണ് പ്രപ്പോസ്ഡ് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലിനേസ്. ഓക്കെ, ലിനേസ് ആണ്. കാൾ ലിനേസ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചു ആരായിരുന്നു ഫാദർ ഓഫ് ടാക്സോണമി? ഈ പറയുന്ന ലിനേസ് ആണ്. ഓക്കെ, ഈ കാൾ ലിനേസ് ആണ് പ്രപ്പോസ് ചെയ്തത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സച്ച് ആസ് ദ പ്ലാന്റ് ആൻഡ് അനിമാലിയ എന്ന് ക്ലാസിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ ലിനേസ് ആണ്. ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, എല്ലാവരെയും ഉൾപ്പെടുത്തി. However, the two kingdom system do not distinguish between the eukaryotes and prokaryotes, unicellular, multicellular, photosynthetic, non-photosynthetic organism. Okay, അങ്ങനെ എന്ത് ചെയ്തു? ലിനേസ് വന്നു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എൻറ്റയർ ഓർഗാനിസങ്ങളെ രണ്ട് ഗ്രൂപ്പാക്കി, ഒന്ന് പ്ലാന്റ് ഒന്ന് അനിമാലിയ എന്നാക്കി. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? ഇദ്ദേഹം ക്ലാസിഫൈ ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തില്ല? നമുക്കറിയാം ഓർഗാനിസങ്ങളെ പൊതുവെ യൂകാരിയോട്ട് ആൻഡ് പ്രോകാരിയോട്ട്, യൂകാരിയോട്ടിക് കോശങ്ങൾ, പ്രോകാരിയോട്ടിക് കോശങ്ങളുള്ളവ അറിയാലോ. യൂകാരിയോട്ടും പ്രോകാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ആൻസി, എന്താണ് യൂകാരിയോട്ട് പ്രോകാരിയോട്ട് തമ്മിലുള്ള പ്രഥമമായ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയോ? അല്ലെങ്കിൽ പറഞ്ഞു പോലാണ് കേട്ടാ. ആൻസി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടീച്ചർ ആൻസി? ഓക്കെ, ടീച്ചർ ആൻസി പറയുന്നില്ല. ഞാൻ പറയുകയാണ്, യൂകാരിയോട്ടും പ്രോകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മക്കളെ?
വേറൊന്നുമില്ല. അതായത് യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരം കോശങ്ങൾക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെൽ ന്യൂക്ലിയസ് കാണും, ആൻഡ് ഡിഫൈൻഡ് ആയിട്ടുള്ള സെല്ലുലാർ മെംബ്രെയിനുകൾ കാണും. നിങ്ങൾക്ക് ക്ലാസ് അധികം വലിച്ചു നീട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ബേസിക് ആയ കാര്യങ്ങൾ അറിയാതെ എങ്ങനെയാണ് നീട്ടു പറഞ്ഞു പോവാന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സെല്ലിന് സെൻട്രൽ ഭാഗത്തായിട്ട് കൃത്യമായ ഒരു മർമ്മം കാണും. ഒരു മർമ്മമുള്ള കോശങ്ങളുള്ളവയും ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തമായ സെല്ലുലാർ കവറിങ് ഡിഫൈൻഡ് ആയിട്ടുള്ള സെൽ മെംബ്രെയിനുകളും സെല്ലുലാർ ഓർഗനുകളും ഉള്ള ഓർഗാനിസങ്ങളെയാണ് നമ്മൾ പറയാം യൂക്കാരിയോട്ടിക് ഓർഗാനിസം. ഇനി എന്താണ് പ്രോകാരിയോട്ടിക്? ഇതിന് നേരെ തിരിച്ച് they do not have the defined nucleus. അവർക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു വസ്തു കാണില്ല. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഈ ന്യൂക്ലിയസ് സെൻട്രൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ വ്യക്തമായ സെൽ മെംബ്രെയിനോട് കൂടിയ ഒരു സെൽ ഓർഗനലായിട്ട് കാണില്ല. പ്രോകാരിയോട്സിൽ കാണില്ല. അതാണ് വ്യത്യാസം. അപ്പോ ഇവരെ എല്ലാരും പിടിച്ച് യൂക്കാരിയോട്ടിനെയും പ്രോകാരിയോട്ടിനെയും പിന്നെ അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും പിന്നെ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നവയും ചെയ്യാത്തവയും അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും പിടിച്ചു ചേർത്ത് ഒരു ഗ്രൂപ്പിലാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് അധികം നാള് നിലനിന്നില്ല. അതിനുശേഷം ഇവിടെ നിങ്ങളൊന്ന് എഴുതി കൂട്ടിയേക്ക്, എന്താണ് 3 കിങ്ഡം? 3 കിങ്ഡം. എനിക്ക് എഴുതാൻ കുട്ടിയുള്ളൂ കേട്ടോ. ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഞാൻ പറയട്ടെ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ് ആരാണ്? ഏണസ്റ്റ് ഹെക്കലാണ്. ഓക്കെ, ഞാൻ എഴുതാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ നോക്കിയതാണ്, എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു. 3 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ് ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ. സ്പെല്ലിംഗ് എഴുതിയെടുത്തോളൂ നിങ്ങൾ. ERNST ഹെക്കൽ, HAECKEL. ഏണസ്റ്റ് ഹെക്കൽ എന്നാണ് പേര് കേട്ടോ. ഏണസ്റ്റ് ഹെക്കലാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ്. ഇനി ആരാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ്? ആരാണ്? കോപ്ലാൻഡ്. കോപ്ലാൻഡ് എന്ന് പറയുന്ന ഒരാളാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ്. ആരാണ്? കോപ്ലാൻഡ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ് ആരാണ്? 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഗിവൺ ബൈ ഹെർബർട്ട് എഫ് കോപ്ലാൻഡ് അഥവാ കോപ്ലാൻഡ് എന്നും പറയാം. കോപ്ലാൻഡ് സ്പെല്ലിംഗ് എന്താ? COPELAND. ലാൻഡ്, വെറും ലാൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ ലാൻഡ്. ഓക്കെ, ഇനി അപ്പോ അത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോ അങ്ങനെ 2 കിങ്ഡം വന്നു പോയി, 3 കിങ്ഡം വന്നു പോയി. ഏണസ്റ്റ് ഹെക്കൽ 3 കിങ്ഡം കൊണ്ടുവന്നു, സ്വീകരിച്ചു ഇല്ല, അതിനെയും വിട്ടു. അതിനുശേഷം കോപ്ലാൻഡ് 4 കിങ്ഡം കൊണ്ടുവന്നു, അതിനെ സ്വീകരിച്ചു ഇല്ല, അതിനും കുറെ പ്രശ്നമുണ്ട്. അങ്ങനെ അവസാനം കറന്റ്ലി നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ആരെയാണ്? സ്വീകരിച്ചിരിക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ഡേറ്റ് മക്കളെ ഓർത്തിരിക്കണം, 1969 എന്ന് പറയുന്ന ഡേറ്റ് ഓർത്തിരിക്കണം. ചോദിക്കാറുണ്ട്. ഇത് 1996, 1954 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ കൂടെ പറഞ്ഞ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏത് ഇയർ ആണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969. ഒരുമിച്ച് കൂടെ പറഞ്ഞേ, 1969. ആരാണ് അതിന്റെ വക്താവ്? RH വിറ്റേക്കർ. അറിയാന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുകൾ? മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, എനിമാലിയ. ഒന്നുകൂടി പറഞ്ഞേ, മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, എനിമാലിയ. ഒന്നുകൂടി പറഞ്ഞേ, മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, എനിമാലിയ. കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് RH വിറ്റേക്കർ ഇങ്ങനെ ഈ 5 ഗ്രൂപ്പായി തരംതിരിച്ചു.
ഓക്കെ, ഇതാണ് ഇപ്പൊ വെൽ ആക്സെപ്റ്റഡ്. ഇപ്പൊ നമ്മൾ നിലവിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എന്താ പറയാ, മറ്റേ എന്തിനാ ഇല്ലാത്തതിനേക്കാളും നല്ലല്ല കൊഞ്ഞപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ സ്വീകരിച്ചേക്കുന്നത്, ഇതിന് ശേഷം 6 കിങ്ഡം വന്നു, കാൾ ബൂസിന്റെ 6 കിങ്ഡം വന്നു. ഓക്കെ, അതിനും തിരക്കേടില്ലാത്തൊരു സ്വീകരണമൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ 3 ഡൊമൈൻ സിസ്റ്റം ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ഡിവൈഡിങ് ദ കിങ്ഡം മൊണേറ. ഇതാണ് കിങ്ഡം മൊണേറ. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആർഎച്ച് വിറ്റേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കിങ്ഡം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം, അത് കിങ്ഡം ഫംഗയാണ്. ഓക്കെ, കിങ്ഡം ഫംഗയാണ് ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പുതിയതായി കൊണ്ടുവന്നത്. ഓക്കെ, കിങ്ഡം ഫംഗയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ കോൺട്രിബ്യൂഷൻ. ബാക്കി എല്ലാവരും 2 കിങ്ഡം ആര് ചെയ്തു? ലിനേഴ്സ്, പ്ലാന്റ്, അനിമാലിയം തിരിച്ചിട്ട് പോയി. പിന്നെ അടുത്ത ആള് പ്രോട്ടിസ്റ്റാനെ കൊണ്ടുവന്നു, അടുത്ത ആള് മൊണേറോനെ കൊണ്ടുവന്നു, ഏറ്റവും അവസാനം കൊണ്ടുവന്ന് അറച്ചിട്ടേക്കാണ് ഫംഗൈനെ കൊണ്ടുവന്നത്. അതിനുശേഷം കാൾബൂസ് ആണ് എന്ത് ചെയ്തത്? കാൾബൂസ് ആർക്കിയ, യൂക്കാരിയ എന്ന് തിരിച്ചു. ഓക്കെ, മൊണേറനെ ആർക്കിയ, യൂക്കാരിയ എന്നിങ്ങനെ രണ്ടായി തിരിച്ചു. അങ്ങനെയാണ് എന്തായത് 6 6 കിങ്ഡം ക്ലാസിഫിക്കേഷനുകളായത്. ഇനി എന്തൊക്കെയായിരുന്നു മെയിൻ ക്രൈറ്റീരിയ? ഓക്കെ, ഈ പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കാനായിട്ടുള്ള ഈ 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് ശ്രദ്ധിച്ചു വെക്കട്ടാ. കോംപ്ലക്സിറ്റി ഒന്ന് അടയാളപ്പെടുത്തിക്കോ. കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ. ഓക്കെ, ബോഡി ഓർഗനൈസേഷൻ. പിന്നീട് അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ബോഡി ഓർഗനൈസേഷൻ. പിന്നെ അടുത്തത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അടുത്തത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്നിങ്ങനെ 5 ഘടകങ്ങളൊക്കെയാണ്. ഏതൊക്കെയാണ്? കോംപ്ലക്സിറ്റി, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ആ സെല്ലുകളിലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. അതൊന്നില്ലെങ്കിൽ പ്രോകാരിയോട്ട് ആവും, ഒന്നില്ലെങ്കിൽ യൂകാരിയോട്ട് ആവും. ഇനി ബോഡി ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ യൂണിസെല്ലുലാർ ആവും, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആവും. മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോട്രോഫിക്, അത് അവര് മറ്റുള്ള പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആർ നോൺ ആസ് ഓട്ടോട്രോഫ്സ്. കാരണം സ്വയം ഭക്ഷണം ചെയ്ത് പാകം ചെയ്ത് ജീവിക്കുന്നവരാണ് ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങൾ. ഇനി മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നവരോ? അതാണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഇനി എന്താണ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ? എങ്ങനെയാണ് സെക്ഷൽ അസെക്ഷൽ ഏത് രീതിയിലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇനി ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ആൻസെസ്റ്റേഴ്സ്. ഓക്കെ, ഇവരുടെ പ്രാചീന ഈ പറഞ്ഞ പോലെ ഇവരുടെ എന്താ പറയാ തലമൂത്ത കാരണവരായിട്ടുള്ള ഇവർക്ക് ബന്ധം. ഓക്കെ, അതാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ സംശയമില്ല എന്ന് വിചാരിച്ച് ഞാൻ പോട്ടെ. ഓക്കെ, ഏർലിയർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇൻക്ലൂഡഡ്, അത് വേണ്ട അതാ പോയിന്റ് പഠിക്കുന്നത് കേട്ടോ. ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്താണ് ഇനി ഓരോ ഓക്കെ എന്താ പറയാ ഈ പറഞ്ഞ ഓരോ കിങ്ഡത്തെ പറ്റി നമ്മള് വ്യക്തമായി പഠിച്ചു പോകുന്നതാണ്. ഇനി ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഒരു പോരായ്മയില്ല എന്നതാണോ? അല്ല, പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ആ പോരായ്മ? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പാണ്. അതിനേക്കാൾ ഉപരി ആൽഗെ എന്ന് പറയുന്ന ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ പ്ലേസ്ഡ് വിത്ത് മൊണേറ പ്രൊട്ടിസ്റ്റ പ്ലാന്റ്, ഈ ആൽഗേനെ ഈ മൊണേറയിലൊക്കെ ചേർത്തി എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നത്. ഇനി ഈ ഒരു പെട്ടിക്കളി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ഈ ഒരു പെട്ടിക്കളിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെൽവാൾ ഇല്ലാത്ത ആകപ്പാടെ ഉള്ള ഒരു കിങ്ഡം ഏതാണ് മക്കൾ? ഇവിടെ നോക്കിയേ, എനിമാലിയ എന്ന് പറയുന്ന കിങ്ഡമാണ്. എനിമാലിയക്ക് സെൽവാൾ ഇല്ലാത്ത ഏകപ്പാടെ ഉള്ള ഒരു ഓർഗാനിസം, ഒരു കിങ്ഡം ഏതാണ്? എനിമാലിയ ആണ്. പിന്നെ വേറെന്താണ്?
ഈ ബാക്ടീരിയാസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൊണേറയിലാണ്. മൊണേറ ഈ 5 കിങ്ഡങ്ങളിൽ 5 കിങ്ഡങ്ങളിൽ ആ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒറ്റൊരു കിങ്ഡമേ ഉള്ളൂ, അതാണ് മൊണേറ. പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒറ്റൊരു കിങ്ഡം ഉള്ളൂ, അതാണ് മൊണേറ. ഓക്കെ, ഇനി അവർക്ക് പ്രോകാരിയോട്ടിക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ആബ്സെന്റ് ആണ്. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. പിന്നെ ബാക്കി എല്ലാം ഒരേപോലെയാണ്. എന്താ, ബോഡി സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, സെല്ല് കൊണ്ടാണ്. പക്ഷേ ഫംഗസിലേക്ക് വരുമ്പോ എന്താണ്, ഇത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസങ്ങളാണ്. പിന്നീട് ടിഷ്യൂ അഥവാ ഓർഗനുകൾ ചേർത്താണ്. അടുത്തതോ ഓർഗൻ അഥവാ നമ്മളിലേക്ക് എനിമാലിയ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉൾപ്പെട്ടതാണ്. നമ്മൾ ഈ ഓർഗൻ ലെവലിലാണോ? അല്ല, ഓർഗൻ സിസ്റ്റം ലെവലാണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് നോക്കിയേ, ഓർഗൻ സിസ്റ്റങ്ങൾ ഒരുപാട്, എക്സ്ക്രീറ്ററി, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, അങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ ചേർന്നല്ലേ നമ്മുടെ ബോഡി. അതുകൊണ്ട് തന്നെ എനിമാലിയയിലേക്ക് വരുമ്പോൾ എന്താണ്, ഓർഗൻ സിസ്റ്റം ലെവലും കാണാം, ഓർഗൻ ലെവലും കാണാം, ടിഷ്യൂ ലെവലും കാണാം എന്നുള്ളതാണ്. ഇനി അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? മൊണേറയില് ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും കാണാം. പ്രോട്ടിസ്റ്റയില് ഓട്ടോട്രോഫിക് ഹെറ്ററോട്രോഫിക് കാണാം. ആകെപ്പാടെ പ്ലാന്റിയല് മാത്രമാണ് എന്ത് കാണുന്നത്? ഓട്ടോട്രോഫിക് കാണുന്നത്. ബാക്കി എല്ലാരും രണ്ടും കൂടിയ ആൾക്കാരാണ്. ഓക്കെ, ബാക്കി എല്ലാരും. ഇനി എനിമയിലേക്ക് വരുമ്പോഴോ ആകെപ്പാടെ ഹെറ്ററോട്രോഫിക് ആണ്. ഇവരെന്തിനാണ്? ഒന്നില്ലെങ്കിൽ മൊത്തമായി ഈ ജീവികളെ ആശ്രയിച്ച് അവരെ മൊത്തമായി വിഴുങ്ങി തിന്നും. അതാണ് ഹോളോസോയിക്. സാലോയിങ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ പറയുന്നതാണ് ഹോളോസോയിക്. ഇനി സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാപ്രോഫൈറ്റിക് ചത്തളിഞ്ഞ് ചീഞ്ഞ ജീവികളിൽ മേലെ ജീവിക്കുന്നവരെയാണ് നമ്മൾ പറയുന്നത്. അഥവാ അത്തരം ചീഞ്ഞളിഞ്ഞ സാധനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഓർഗാനിസങ്ങളെയാണ് പറയുന്നത് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടാ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാ? ഞാൻ സ്പീഡ് കൂടുതലാണോ? ആരെങ്കിലും ഇതേപോലെ ഒന്ന് മ്യൂട്ടാക്കി ഒന്ന് സംസാരിച്ചേ കാണട്ടെ. കൂടുതലില്ല, ചിലപ്പോ ചില സമയത്ത് സ്വരം കുറഞ്ഞു പോകുന്നുണ്ട്, അത് വേറെ കുഴപ്പമില്ല. സ്വരം കുറഞ്ഞു പോണതേ നെറ്റിന്റെ ഒരു പ്രശ്നമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ കേട്ടതൊക്കെ കാര്യങ്ങളല്ലേ? ഒരു വട്ടം കേട്ട കാര്യങ്ങൾ തന്നെയല്ലേ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇതറിയാം, സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇനി എന്താണ് ഈ പറഞ്ഞ 5 കിങ്ഡങ്ങളിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്തത് ഓരോ ഒരു സംശയം, ഈ ഹോളോസോയിക് എന്ന് പറയുന്നതും സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണോ? ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജീവികളെ മൊത്തം വിഴുങ്ങാന്നുള്ളൊരു അർത്ഥാണ് വരുന്നത്. ഓക്കെ. ഈ സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, സാപ്രോഫൈറ്റിക് എന്താണെന്നറിയാലോ? ഈ ചത്തളിഞ്ഞ് ചീഞ്ഞ ജീവികളില് അവരെ ആശ്രയിച്ച് അവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത കിങ്ഡത്തിലേക്ക് പോകാം. കിങ്ഡം മൊണേറ. ബാക്ടീരിയ മെമ്പർ ആയിട്ടുള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഉള്ളൂ, അതാണ് നമ്മുടെ കിങ്ഡം മൊണേറ. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദിസ് കിങ്ഡം. ബാക്ടീരിയ ആണ് ഇവരുടെ മെയിൻ കണ്ണികള്. ഈ ബാക്ടീരിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലോകത്തെ എല്ലാവരും എന്താണ് ബാക്ടീരിയകൾ തന്നെയാണ്. ഓക്കെ, ഇനി ഇവര് ബാക്ടീരിയകൾ 4 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്പെരിക്കൽ കോക്കസ്, ഇതാണ് സ്പെരിക്കൽ കോക്കസ്. സ്പെരിക്കൽ വട്ടത്തിലിരിക്കുന്നവ. റോഡ് ഷേപ്ഡ് ബെസില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡാകൃതി എന്നാണ് അർത്ഥം. ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയകളാണ് ബാസില്ലസ്. കോമ ഷേപ്പ് ആണെന്നാണ് വിബ്രിയ. കോമ പോലെയല്ല കിടക്കണ, കോമ പോലെ. ഇനി സ്പൈറില്ലം. ഓക്കെ, സ്പൈറലി കിടക്കണതാണ് സ്പൈറില്ലം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഷേപ്പ് ഒന്ന് നോക്കി വെച്ചേക്ക്. സ്പെരിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസില്ലസ്, കോമ ഷേപ്ഡ് വിബ്രിയോ, സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ലം. ഓക്കെ, ഇത്രയൊന്ന് ഷേപ്പ് ഒന്ന് നോക്കി വെക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് ഞാൻ നോട്ടായി തരാം. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വേറൊരു PDF തന്നിട്ടുണ്ട്.
അതും നിങ്ങൾ ഒന്ന് എക്സ്ട്രാ വായിച്ചേക്ക്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാഠത്തിന്റെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ്, കുറച്ചുകൂടി ബ്രീഫ് ആയിട്ടുള്ളൊരു PDF ആണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കണത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നീറ്റ്, ഓക്കെ, MBBS ഒക്കെ പഠിപ്പിക്കില്ലേ, നീറ്റിനെ പഠിപ്പിക്കുന്നവരുടെ നോട്ടാണ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഇതിൽ നിന്ന് ഒന്നും ചോർന്നു പോവാതിരിക്കാനായിട്ടാണ്, നിങ്ങൾക്കൊന്നും കിട്ടാതെ പോകരുതെന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്താണ് സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അവരുടേതായ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എവിടെ നിന്ന്? ഇനോർഗാനിക് സബ്സ്റ്റൻസുകളിൽ നിന്ന്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയകൾ എന്താണ്? ഹെട്രോട്രോസ് ആണ്. ബാക്ടീരിയകൾ മിക്കതും എന്താണ്? ഹെട്രോട്രോസ് ആണ്. മറ്റുള്ള ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഹെട്രോട്രോസ്. ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന പേര് തന്നെ, ഓക്കെ, നമ്മൾ ഈ പറയുന്ന മൊണേറയിലെ 2 മെയിൻ ഗ്രൂപ്പുകളാണ് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ എന്ന 2 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പൊ ഇതാണ് പറഞ്ഞത് നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാണ് അതിന്റെ ആള്? വക്താവ് കാൾ വൂസ്. അത് എഴുതി വെച്ചെന്ന് തോന്നുന്നു. ആരാണ് 6 കിങ്ഡത്തിന്റെ? കാൾ വൂസ്. CARLWOESE. കാൾ വൂസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വക്താവ്. ഓക്കെ, അപ്പൊ അയാൾ എന്താ ചെയ്തേ? മൊണേറേനെ ഇങ്ങനെ ഈ ആർക്കി ഇതേ കണ്ടൂല് നമ്മള്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ടുള്ള 2 ഗ്രൂപ്പുകൾ മൊണേറ. അപ്പൊ അങ്ങനെയുള്ളവരെ 2 തിരിച്ചു വെച്ചു എന്നുള്ളതാണ് ചെയ്തേക്കണം. മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇല്ലാതാക്കി ആ മൊണേറയ്ക്ക് പകരം ആർക്കിയ, യൂക്കാരിയ എന്നുള്ള 2 ഗ്രൂപ്പുകളാക്കാണ് ചെയ്തത്. ഓക്കെ, ഇനി ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കി ബാക്ടീരിയ അവരുടെ പേര് പോലെ തന്നെ ദിസ് ആർ ദ ഗ്രൂപ്പ് ഷോയിങ് ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റ്സ് എക്സ്ട്രീം സാൾട്ട് ഏരിയ. അതായത് വളരെ ദുർഘടം പിടിച്ച സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ ബാക്ടീരിയനെയാണ് പറയുന്നത് ആർക്കി ബാക്ടീരിയ എന്ന്. ഓക്കെ, ഈ ആർക്കി ബാക്ടീരിയകൾ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണവ? സാൾട്ടി ഏരിയ, നല്ല ഉപ്പ് നിറഞ്ഞ ഭാഗത്താണ്. ഓക്കെ, സാൾട്ടി ഏരിയയിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഹാലോഫൈറ്റ്സ് എന്നാണ് പറയാ. ഇനി ഹോട്ട് സ്പ്രിംഗ്. ഇനി ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചൂട് കൂടിയൊരു ഏരിയ. ഓക്കെ, ചൂട് കൂടിയൊരു ഏരിയയിലാണ് വരുന്നുണ്ടെങ്കിൽ അതാണ് തെർമോഅസിഡോഫൈൽ. ഓക്കെ, തെർമോഅസിഡോഫൈൽസ് ആണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വളരെ ചൂട് എന്താ പറയാ, ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീരാവികളില്ലേ, ചൂടുള്ള നീരാവികള്, അതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി മാർഷി ഏരിയ, ചതുപ്പ് നിലത്ത് കാണുന്നവരെയാണ് മെത്തനോജൻസ്. ഇത് അടയാളപ്പെടുത്താനും റിലേഷൻഷിപ്പ് ചോദിക്കാനും പല രീതിയിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് അപ്പത്രക്കെ ശ്രദ്ധിച്ച് വേണം മക്കളെ പഠിക്കാനായിട്ട് കേട്ടാ. ഇനി അപ്പൊ എന്താണ് നമ്മുടെ സാൾട്ടി ഏരിയയിലെ ഹാലോഫൈറ്റ്സ്? അതൊന്നും മര്യാദക്ക് നല്ലോണം ഓർത്തിച്ച. സാൾട്ടി ഏരിയ ഹാലോഫൈറ്റ്സ്. ഇനി ഹോട്ട് സ്പ്രിംഗ്, തെർമോഅസിഡോഫൈൽ. എന്റെ കൂടെ വായിക്കിട്ടാ. തെർമോഅസിഡോഫൈൽ, മാർഷി ഏരിയ, മെത്തനോജൻസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ബൈ ഹാവിംഗ് ഡിഫറെന്റ്. നോക്ക് മക്കളെ, ഈ പറയുന്ന ആർക്കി ബാക്ടീരിയകൾ ഭയങ്കര ദുർഘടം പിടിച്ച സ്ഥലത്തല്ലേ ജീവിക്കണം. നമുക്ക് പോയിട്ട് ഈ ഉപ്പ് കണ്ടത്തിലൊക്കെ പോയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ അളിയല്ലേ? നമുക്കൊന്നും ഒരുപാട് ഒന്ന് കടലിൽ തന്നെ കുളിക്കാൻ അധികം കൂട്ടിയോ കൂടില്ല. അപ്പോഴാണ് അപ്പൊ എന്താണ് ഇവരുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകം എന്താ പറയാ, വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെൽ വാൾ സ്ട്രക്ചർ ഉള്ള ടീമുകളാണ് ഇവരെല്ലാവരും. ഇറ്റ് ഹെൽപ് ദം ടു സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻ. ഇത്രയൊക്കെ വൃത്തികെട്ട സ്ഥലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പുറം തോട് അതിനനുസരിച്ച് മാറ്റമുള്ളതാണ്. അതാണ് ദേ ആർ ഹാവിംഗ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. ഇനി മെത്തനോജൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ദ മീഥേൻ ബയോഗ്യാസ്. ഓക്കെ, ഈ മെത്തനോജൻസ് നമുക്കറിയാം. ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ട് അല്ലേ, ഓരോ അടുക്കളയുടെ ചോട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ്. അതായത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഈ ചാണകത്തിൽ ഇട്ട് കൊടുക്കണം. ചാണകം ഉള്ള വെജിറ്റബിൾ വേസ്റ്റ് അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? മീഥേൻ ഗ്യാസ് ഉണ്ടാക്കുന്നു അല്ലെ.
മീഥേൻ ഗ്യാസ് ഉണ്ടാക്കുന്നു. അപ്പൊ അത് വെച്ച് നമ്മൾ കത്തിക്കുന്നു. അതാണല്ലോ ചെയ്യണത്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്യാസിന് നമ്മൾ പറയും ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞു. ഗോബർ ഗ്യാസ് എന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഈ പറയുന്ന മെത്തനോജൻസ്, ചാണകപ്പുഴുക്കളെയാണ് ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെത്തനോജൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ റിപ്രൊഡക്ഷൻ ഓഫ് മീഥേൻ ഗ്യാസ്, ഓക്കെ, ഫ്രം ദ ടങ് ഓഫ് കാറ്റ്. Okay, they are present in the gut of ruminant animals such as cows and buffaloes. Okay, അവരെ എവിടെയാ കാണുന്നതെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഈ യു ബാക്ടീരിയ പേര് യു എന്ന് എവിടെ കേട്ടോ? യു കാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉള്ളവര്. അതുപോലെ യു ബാക്ടീരിയ ട്രൂ ആയിട്ടുള്ള ബാക്ടീരിയനാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ. അവർക്ക് വ്യക്തമായ ഒരു സെൽ വാൾ ഉണ്ട് മക്കളെ. മോട്ടില്ല, അവര് നീങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്കൊരു വാലുണ്ട്, അതാണ് ഫ്ലാജെല്ല. ഇനി ഈ യു ബാക്ടീരിയയിലെ മെയിൻ ആൾക്കാരാരാണ്? യു ബാക്ടീരിയയിലെ മെയിൻ ആൾക്കാരാരാണ്? യു ബാക്ടീരിയയിലെ മെയിൻ ആൾക്കാരാണ് സൈനോ ബാക്ടീരിയ. അവന്റെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, അവന്റെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇനി എന്താണ് അവർക്ക് പ്രത്യേകത? They have a chlorophyll similar to the green plants are photosynthetic. ഈ സൈനോബാക്ടീരിയക്ക് ചെടിയിൽ കാണുന്ന അതേ പിഗ്മെന്റുകൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ട്. ഈ സൈനോബാക്ടീരിയയാണ് ഈ കാണുന്നത് കേട്ടാ. ഈ സൈനോബാക്ടീരിയ നോക്കി അവരുടെ സെല്ലുകൾക്ക് ചുറ്റും എന്താണ് കുറെ അധികം ഇങ്ങനെ ഈ മ്യൂസിലേജിനസ്. ഓക്കെ, നോക്കിയേ, ഇവർക്ക് കണ്ട ഇങ്ങനെ കുത്തുകള്. നോക്ക്, അവരുടെ സെല്ലുകൾക്കിടയിൽ കണ്ട വഴുവഴുത്ത ശരീരം ഉണ്ട് എന്നാണ് അവർക്ക് പറയുന്നത്. വഴുവഴുത്ത ശരീരം, അതാണ് മ്യൂസിലേജിനസ് ഷീറ്റ്. മ്യൂസിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? മ്യൂസിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. മ്യൂസിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുവത്ത ഈ നമ്മുടെ താളിയൊക്കെ പോലിരിക്കുന്ന സാധനങ്ങളാണ് മ്യൂസിലേജ് ആണ് ചെമ്പരത്തിന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ സൈനോബാക്ടീരിയയുടെ ചുറ്റുമുണ്ടെന്ന് പറയാണ്. ഈ സൈനോബാക്ടീരിയക്കുള്ള ഒരു പ്രത്യേകത എന്താണ്? സൈനോബാക്ടീരിയയുടെ ബോഡിയിൽ ഒരു പ്രത്യേക സെല്ലുണ്ട്. അവന്റെ പേരാണ് ഹെട്രോസിസ്റ്റ് എന്നാണ് പറയാ. സൈനോബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ കൊളോണിയൽ or filamentous freshwater or marine or terrestrial algae, and they are generally surrounded by gelatinous sheet. അവർ കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജലാറ്റിനസ് ഷീറ്റ് അവരുടെ പുറന്തൂടിലുണ്ട്. ഓക്കെ, ആൻഡ് ഇവരുടെ ബോഡിയിൽ ഈ ഹെട്രോസിസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കണേ? ഹെട്രോസിസ്റ്റ് നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, നൈട്രജൻ ഫിക്സേഷൻ ആണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ള പണി. ഈ സൈനോബാക്ടീരിയയിൽ ഹെട്രോസിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസങ്ങളുടെ എക്സാമ്പിൾ എന്താണ്? നോസ്റ്റോക്ക് ആൻഡ് അനബീന. അപ്പൊ ഞാൻ പറഞ്ഞു സൈനോബാക്ടീരിയ ഈ പറഞ്ഞ യു ബാക്ടീരിയ ഉള്ളതാണ്. ഇവന് കൂടാതെ വേറെ ആൾക്കാരാണ് ഉണ്ട്. അവന്റെ പേരാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. ഓക്കെ, കീമോസിന്തറ്റിക് ബാക്ടീരിയ അവരെന്താ ചെയ്യുക? ദേ ഓക്സിഡൈസ് ദ കെമിക്കൽ ഇനോർഗാനിക് സബ്സ്റ്റൻസ്. ഇതൊന്നും താഴേക്ക് വരുന്നില്ല, കാരണം ഞാൻ എന്തൊക്കെ പിടിച്ച് ഞെക്കി. ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചതാണ്, അതൊരു വല്ലാത്തൊരു പുല്ലപ്പായി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാലും നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുക. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയക്ക് എന്താണ് പ്രത്യേകത? ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് സച്ച് ആസ് നൈട്രൈറ്റ്, അമോണിയ പോലെയുള്ള വസ്തുക്കളെ ഇവര് ഓക്സിഡൈസ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ബാക്ടീരിയകൾ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ബാക്ടീരിയ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിൽ വേറൊരു കൂട്ടരെ പറയുന്നതാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു കൂട്ടരെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് താഴേക്ക് സ്ക്രീൻ മങ്ങിയിട്ടുണ്ട്. സ്ക്രീൻ മങ്ങിയിട്ടുണ്ട്. അത് ശരിയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനിവിടെ വരയ്ക്കാനൊന്ന് ശ്രമിച്ചു. അപ്പൊ അതിങ്ങനെ എന്താ പറയാ,
ഹലോ, എന്നെ ഒച്ച കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആ, എന്തോ സൂം പെട്ടെന്ന് എന്തോ പണി മുടക്കി. അപ്പൊ ഞാൻ ഇനിയിപ്പോ കുറച്ച് നേരം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ അപ്പൊ അത്രയും നേരം ഞാൻ എൻ്റെ ഫോണിൽ എടുക്കുകയാണ്. ബാക്കി ഈ നോട്ട് എന്തായാലും ഗ്രൂപ്പിലിടും. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ട് വരണം കേട്ടോ. വായിക്കണം. അപ്പോ സൈനോ ബാക്ടീരിയനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഒരു കോശമുണ്ട്. അതിന്റെ പേരാണ് ഹെട്രോസിസ്റ്റ് എന്നാണ് പറയാ. ഈ ഹെട്രോസിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹെട്രോസിസ്റ്റിന് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്, അനബീന പോലെയുള്ള ഓർഗാനിസങ്ങൾ. നോസ്റ്റോക്ക്, അനബീന. ഇനി കീമോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളോ? കീമോസിന്തറ്റിക് ബാക്ടീരിയ ഇതിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും നോട്ട് ഇടാം കേട്ടോ. നോട്ട് നിങ്ങളൊന്ന് വായിക്കണേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾക്ക് ഇവർക്ക് എന്താ വെച്ചാൽ വിഘടിക്കാൻ ഈ പല നമ്മളുടെ ബോഡിയിൽ തന്നെ കുറെ അധികം ഇനോർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ, ഇനോർഗാനിക് എലമെന്റുകൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പൊ എന്താണ്, നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, വിറ്റാമിനുകൾ കഴിക്കുന്നുണ്ട്, അമിനോ ആസിഡുകൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഇനോർഗാനിക് എലമെന്റുകളാണ്. അപ്പൊ ഇവരെയൊക്കെ വിഘടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി ഉണ്ടാവാനായിട്ടാണ്. എനർജി കിട്ടി നമുക്ക് ഉഷാറിനാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് അല്ലെ. എനർജി കിട്ടി നമുക്ക് വർക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഇനോർഗാനിക് എലമെന്റുകൾ നമ്മൾ കഴിക്കുന്നത് ആണല്ലോ. അപ്പോ ഈ പറയുന്ന കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾക്ക്, ഈ ബാക്ടീരിയയുടെ ഇടയിലെ അത്തരം വില്ലനാണ് ഇവൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? സച്ചസ് ഏതൊക്കെ ഇനോർഗാനിക് എലമെന്റ്? നൈട്രൈറ്റ്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഉള്ള എനർജി ATP പ്രൊഡക്ഷൻ. ATP എന്താണെന്ന് അറിയാലോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, നമ്മുടെ പ്ലാന്റ്സിന്റെ ബോഡിയിൽ, നമ്മുടെ ബോഡിയിലൊക്കെ എനർജി കിട്ടാനായിട്ടുള്ള എനർജി ക്യാപ്സ്യൂൾ എന്താണ്? ഈ പറയുന്ന ATP ആണ്. ഇനി ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ് ലോകത്ത് എല്ലാവിടെയും കാണുക. അവരാണ് നമുക്ക് തൈര്, നമ്മളെ പാല് തൈരാക്കാനും ആന്റിബോഡി ഉണ്ടാക്കാനും നൈട്രജനെ ഈ പറഞ്ഞ നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടാവല്ലോ, നമ്മുടെ കണ്ടങ്ങളിലൊക്കെ, നമ്മുടെ പാടത്ത് ഈ നെല്ല് ഇറക്കിയതിന് ശേഷം ഈ പറഞ്ഞ പയറ് വർഗ്ഗങ്ങൾ ഇറക്കുന്നത് കാണാം അല്ലെ. പയർ ചെടി, അതായത് ഏത് നേരം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ നെൽകൃഷിക്കാര് നെൽകൃഷി തന്നെ ചെയ്യില്ല. അവരിങ്ങനെ വിളകൾ മാറ്റും അല്ലെ. അതെന്തുകൊണ്ടാണ്? അവർ കൂടുതൽ പയറ് ചെടി കൂടുതൽ എന്തുകൊണ്ടാണ് അവർ ചെയ്യണതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഈ പയറ് ചെടിയുടെ വേരിൽ ഒരു ലെഗൂമിനസ് റൂട്ട് എന്നാണ് അവരെ പറയാം. അവരുടെ ലെഗൂം പ്ലാന്റ്സ് എന്നാണ് ഈ പയറ് വർഗ്ഗങ്ങളെയൊക്കെ പറയാം. ലെഗൂം, LEGUME, ലെഗൂം പ്ലാന്റ്സ് എന്നാണ് പറയാ. അവരുടെ റൂട്ടില് പ്രത്യേക നൈട്രജൻ ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഈ ചില ഓർഗാനിസങ്ങൾക്ക് പാത്തജൻ അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. ഏതത്? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. അതൊക്കെ എന്താണ്? പല ബാക്ടീരിയകൾ ഉണ്ടാക്കിയ അസുഖങ്ങളാണ്. ഇനി ബാക്ടീരിയകൾ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക? ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിഷൻ വഴിയാണ്. എന്താണ്? ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് ബൈ സ്പോർസ്. ഇനി ആൻഡ് ദേ ഓൾസോ ഷോ എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയ. അതാണ് ഈ പറയുന്ന കോൺജുഗേഷൻ എന്ന് പറയും. ഓക്കെ, ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഫേവറബിൾ, നല്ല കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർ സ്പോറിനൊക്കെ ഉണ്ടാക്കും. അല്ല, മോശം കാലാവസ്ഥയിലൊക്കെ ഈ കോൺജുഗേഷൻ, അതൊക്കെ ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണ് കേട്ടോ. അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി വേറൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രിമിറ്റീവ് DNA അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മറ്റൊരു ബാക്ടീരിയയിൽ നിന്ന് DNA ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ പ്രത്യുൽപാദന രീതിയും ഈ ബാക്ടീരിയ
എന്താ പറയാ ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്ടീരിയ മെയിൻലി എങ്ങനെയാണ് അതാണ് ഓർത്ത് വെക്കുന്നത്. ബാക്ടീരിയ മെയിൻലി ഫിഷൻ വഴിയാണ്. ഫിഷൻ എന്താണ്? നടുക്ക് വെച്ച് പൊട്ടിപ്പോണ ഒരു പരിപാടി. അതാണ് ഫിഷൻ. ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇനി മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയും കൂടി ഞാൻ പറയട്ടെ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം. ഏറ്റവും ചെറിയ കുഞ്ഞനാണ് സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ദാറ്റ് ലൈക്ക് സെൽ വാൾ. ഇവർക്ക് ഒരു സെൽ വാൾ പോലും ഇല്ലാത്ത ഒരു ചെറിയ കുഞ്ഞൻ ജീവിയാണ് നമ്മുടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അവർക്ക് പക്ഷേ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ടും ജീവിക്കാൻ കഴിയും. ഇനി കുറെ എണ്ണം എന്താണ് അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് ഇതുവരെ കേട്ടായിരുന്നില്ലേ? കേൾക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഇനി നമ്മൾ അടുത്തൊരു കിണ്ടത്തെ പറ്റി പഠിക്കാൻ പോവാണ്. ഇനി അടുത്തേക്ക് കയറണേക്കാൾ മുന്നേ ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോ? നാളേക്ക് പഠിച്ചിട്ട് വരില്ലേ? ഉത്തരം പറയൂ. എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലാവായുണ്ടോ ഇതുവരെ എടുത്തത്? ഇപ്പൊ നമ്മൾ മൊണേറ എന്ന് പറയുന്ന കിങ്ഡം കഴിഞ്ഞു. അടുത്തെടുത്തോട്ടെ. ഓക്കെ ആണ്. ഓക്കെ. അപ്പോ നമുക്ക് അടുത്തത് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ പറഞ്ഞ നോട്ട്സ് ഒന്ന് വേഗം ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കത് തുറന്നു വെച്ച് വേണമെങ്കിൽ വായിക്കാലോ എന്നുള്ളൊരു ധാരണയിലാണ്. കേട്ടറ്റ് നാച്ചുറൽ സയൻസ് ദേ ഗ്രൂപ്പ് ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കണ നോട്ട് ദേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തുറന്നു വേണമെങ്കിൽ വെക്കാട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ആകെപ്പാടെ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഒരു കിങ്ഡം ഉള്ളൂ. ആൻഡ് അതാണ് സോൺലി ബാക്ടീരിയ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൊരു ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്? അത് മൊണേറ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിലേക്ക് കടക്കുമ്പോ തൊട്ട് പിന്നീട് അങ്ങോട്ട് എന്താണ്? എല്ലാവരും യൂക്കാരിയോട്സ് ആണ്. എന്താണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്? യൂണിസെല്ലുലാർ അല്ലെങ്കിൽ കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം കൂടി. കൊളോണിയൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസം അത് കൂടുതൽ എന്താണ്? മോസ്റ്റ്ലി ഇവരുടെ ഈ കണ്ണികളിൽ എല്ലാവരും മിക്കവരും എന്താണ്? അക്വാട്ടിക് ഹാബിറ്ററ്റ്, വെള്ളത്തിൽ കാണുന്നവരാണ്. ദേ ബിയർ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ. ഇവർക്ക് വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലുകളും ഉണ്ട്, ഫ്ലജല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഓർക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 80% ഓഫ് ദ ഫോട്ടോസിന്തസിസ് നമ്മുടെ ഭൂമിയിലെ തന്നെ 80% പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഈ പറയുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റുകളാണ്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ് 80% ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഇനി ഏതൊക്കെയാണ് 3 തരത്തിലുള്ള നമുക്ക് പഠിക്കാനായിട്ടുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ് 3 ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്, സ്ലൈം മോൾഡ്, പ്രോട്ടോസോവൻ. ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്, സ്ലൈം മോൾഡ്, പ്രോട്ടോസോവൻ എന്നിങ്ങനെ 3 എണ്ണമാണ്. ഈ പറയുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിനെ തന്നെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ് ആൻഡ് യൂഗ്ലിനോയിഡ്സ് എന്നിങ്ങനെയാണ് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെ ക്രൈസോഫൈറ്റിനെ പറ്റി നമുക്ക് പഠിക്കാം.
ഈ ക്രൈസോഫൈറ്റ്സ് ആരാണ്? ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നവരാണ് ഡയാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഗോൾഡൻ ആൽഗെ അഥവാ ഡയാറ്റം അഥവാ ഡെസ്മിഡ്സ് അറിയപ്പെടുന്നവര് ഈ പറഞ്ഞ ക്രൈസോഫൈറ്റ്സ് ആണ്. അവരിങ്ങനെ നല്ല ശുദ്ധമായ വെള്ളത്തിലൊക്കെയാണ് കാണുക. അതേപോലെ തന്നെ മറൈൻ എൻവിയോൺമെന്റിൽ ഈ കടലിലും കാണാം. ഓക്കെ, വെള്ളത്തിൽ കാണുന്നവരാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവര് കണ്ണിൽ കാണാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിവുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ദേ ആർ നോൺ ആസ് ഈ പറയുന്ന ക്രൈസോഫൈറ്റ്സിനെയാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്ന് പറയുന്നത്. ക്രൈസോഫൈറ്റ്സ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ്. ഇനി ഇവരെന്താണ് വെള്ളത്തിൽ ഇങ്ങനെ ആടി ആടി കിടക്കുള്ളൂ. ഇനി എന്താണ്? ഇൻ ഡയാറ്റം സെൽ വാൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽ വിച്ച് ടുഗദർ ആസ് ഫിറ്റ് ടുഗദർ ആസ് സോപ്പ് ബോക്സ്. അതായത് ഡയാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, ഈ നമ്മൾക്ക് ഇങ്ങനെ സോപ്പും പെട്ടി പോലെ ഇങ്ങനെ രണ്ട്, നമ്മുടെ ഇപ്പോ എന്താ പറയാ, ഈ ഞാഞ്ഞളുകളല്ലല്ലോ, ഈ ഞാഞ്ഞളുകളുടെ മേലെ ഞൗണിക്ക കേട്ടിട്ടില്ലേ? ഞൗണിക്ക പോലെ ഇരിക്കും. ഓക്കെ, ഈ ഞൗണിക്ക പോലെ ഇരുന്നിട്ട് ഇതിനെന്താണ്, ഇവരുടെ താഴ്ഭാഗവും മേൽഭാഗവും ഒക്കെ ഒരു കട്ടിയുള്ള സാധനമായിരിക്കും. ഇങ്ങനെ സോപ്പും പെട്ടി പോലെ തുറക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഡയാറ്റങ്ങൾ അഥവാ ഡെസ്മിഡ്സുകൾ അഥവാ ക്രൈസോഫൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, 80% ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഈ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ സെൽവാൾ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു സെൽവാൾ എന്ന് പറയുന്നത് ഭയങ്കര കട്ടി കൂടിയതാണ്. ഒരു സോപ്പ് ബോക്സ് പോലെയാണ് ഇരിക്കുക. സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ സെൽവാളുകളെല്ലാം. ഇനി ആസ് ദ സെൽവാൾ ദേ ആർ ഇൻഡസ്ട്രക്റ്റബിൾ. ഈ സെൽവാൾ എന്ന് പറഞ്ഞാൽ വേഗം ഒന്നും പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവർ ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ താഴേക്ക് എന്താണ് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് വന്ന് കിടക്കും. ഇങ്ങനെ വന്ന് കിടന്ന് ഒരു കൂമ്പാരം പോലെയായി. അതിനെ പറയുന്നതാണ് ഡയാറ്റമീഷ്യസ് എർത്ത് എന്നാണ് പറയാ. എന്താ പറയാ? ഡയാറ്റമീഷ്യസ് എർത്ത് എന്നാണ് പറയാ. അത് ഭയങ്കര കെമിക്കലി ഓർ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതെന്തിനാണ് ഉപയോഗിക്കണേ? ദേ ആർ യൂസ്ഡ് ടു പോളിഷിങ്. എന്തിനാണ് ഉപയോഗിക്കണേ? പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഓയിൽ ഫിൽട്രേഷൻ, സിറപ്പ്, ഇതൊക്കെ ഫിൽട്രേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഡയറ്റമീഷ്യസ് എർത്തിലെ സാൻഡിന് ഉപയോഗിക്കും. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡൈനോഫ്ലജലേറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പല നിറങ്ങളിൽ കാണുന്ന, വെള്ളത്തിൽ കാണുന്ന ജീവിയാണ് ഡൈനോഫ്ലജലേറ്റ്സ്. അവരുടെ ബോഡിയിൽ ഏത് പിഗ്മെന്റ് ആണ് അവരുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കുന്നത് അതിനനുസരിച്ച് അവരുടെ നിറവും മാറും. ഇപ്പൊ ചുമപ്പ പിഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ചുമപ്പ നിറവും, പച്ച പിഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പച്ച നിറവും, അങ്ങനെ പിഗ്മെന്റുകൾക്ക് അനുസരിച്ച് മാറുന്ന ജീവികളാണ് ഈ പറയുന്ന ഡൈനോഫ്ലജലേറ്റ്സ്. ഇവരുടെ സെൽവാള് സ്റ്റിഫായിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് 2 വാലുണ്ട്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ നേരെ, ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ടും. കാരണം ദ ഫറോ ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്, ഈ വള്ളി വെച്ചിട്ടാണ് ഇവരെങ്ങനെ കുടുക്കിയിട്ട് ഇങ്ങനെ വായയ്ക്ക് എടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഈ പറയുന്ന റെഡ് ടൈഡ് ഈ ഡൈനോഫ്ലജലേറ്റുകളെല്ലാം ഈ വെള്ളത്തിൽ അങ്ങനെ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന സമയകാലത്ത് എന്താ സംഭവിക്കുക, ഇവരുടെ പെറ്റി പെരുകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ചുവന്ന കടലായിരിക്കുന്നത്, റെഡ് ടൈഡ്, ചുവന്ന തിരമാല വരുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷെ വരില്ല. ഇവരുടെ പേരാണ് എന്താണ് ഈ പറഞ്ഞ ഡയനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡയനോഫ്ലജലേറ്റുകളാണ് റെഡ് ടൈഡ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. എന്താണ് റെഡ് ടൈഡ്? ഓക്കെ, ഇനി പിന്നെന്താണ്, അതിന് എക്സാമ്പിൾ ആണ് ഗോണിയോലെക്സ് ജിംനോഡിയം. ഇതിൽ നിന്ന് ശരീരത്തിലേക്ക് വരുന്ന ടോക്സിനുകൾ അവര് കുറെ ഓർഗാനിസങ്ങൾക്ക് ഉപയോഗിക്കില്ല, പക്ഷെ വേറെ കുറെ ഓർഗാനിസങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതാണ് അപ്പോൾ ഡൈനോഫ്ലജലേറ്റ്സ് പറയാനായിട്ടുള്ളത്. യൂഗ്ലീനോയിഡ്സ് പറഞ്ഞു കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ഇപ്പൊ ഇത്ര ഭാഗം എടുത്തതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ബാക്കിയുള്ള ഭാഗം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
ആരാണ്? ആരും മിണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? വാട്ട് യു സേ? ഇത്രയ്ക്ക് നാളേക്ക് പഠിച്ചിട്ട് വരുമോ? നമ്മളിപ്പോ ഏകദേശം മൊണേറ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കഴിഞ്ഞു. പ്രോട്ടിസ്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന. പ്രോട്ടിസ്റ്റിലും ഏറ്റവും അവസാനത്തെത്തി. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ദിവസത്തേക്ക് പഠിച്ചിട്ട് വരണം, വ്യക്തമായി പഠിച്ചിട്ട് വരണം. ഗ്രൂപ്പിൽ നോട്ട് ഇട്ടിട്ടുണ്ട്, അതല്ലാതെ വേറെ നോട്ടും കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി പഠിച്ച് നല്ലോണം വരിക കേട്ടോ. അടുത്ത ദിവസം ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോ ആർക്കും അറിയാതിരിക്കരുത്. ഓക്കെ, ശരി എന്നാ, ടാറ്റ, ഗുഡ് നൈറ്റ്.